ഈ സമയത്ത് സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന പ്രദേശവാസിയുടെ പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം പറയുന്നത് അനുവിന് മാത്രമായിരുന്നു ആ സമയത്ത് അനക്കം ഉണ്ടായിരുന്നത്, ജീവൻ ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ അനു മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി 3 പേരുടെയും മരണം തൽക്ഷണം തന്നെ സംഭവിക്കുകയായിരുന്നു എന്നാണ് പ്രദേശവാസി ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് സംഭവിച്ച അപകടങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം ഈ ഒരു റോഡിന്റെ അപകട തീവ്രത എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതിന്റെ ഒക്കെ ബാക്കി പത്രം എന്ന പോലെ അദ്ദേഹത്തിന്റെ പ്രതികരണവും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വളവുകൾ നിവർത്താതെയുള്ള കൊടും വളവുകളൊക്കെയുള്ള ഒരു റോഡാണ്, അപകടങ്ങൾ പതിവാകുന്ന കാഴ്ചയാണ്. ഇരുചക്ര വാഹന യാത്രികരടക്കം അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമാണ്. വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 4 പേർക്ക് ദാരുണ അന്ത്യം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഹനത്തിന്റെ അവസ്ഥ. മുൻഭാഗം പൂർണ്ണമായും തകർന്ന ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. പൂർണ്ണമായും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് വാഹനം. പിന്നീട് വലിയ മെഷീനുകളൊക്കെ ഉപയോഗിച്ചായിരുന്നു, വലിയ സജ്ജീകരണങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്നു നാട്ടുകാർക്കും പോലീസിനും മറ്റും ഈ ആളുകളെ, വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. അത്രയും ദാരുണമായിട്ടുള്ള ഒരു അപകടം ആയിരുന്നു സംഭവിച്ചത്. വലിയ ആഘാതം ഉണ്ടാകുന്നു. ആഘാതത്തിന്റെ ഇടിയുടെ ശബ്ദം കേട്ടാണ് ഈ പുലർച്ചെ സമയത്ത് 4:30 സമയത്ത് ആളുകൾ ഇവിടേക്ക് ഓടിക്കൂടുകയും ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും എന്താണ് സംഭവിച്ചത് എന്ന് പോലും, എത്ര ആളുകൾ ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ഒരു വലിയ ദാരുണമായിട്ടുള്ള അപകടം സംഭവിക്കുകയും എല്ലാം ചെയ്തത്. എന്തായാലും 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 3 പേരുടെയും കുടുംബം വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഇവിടുന്ന് 5 കിലോമീറ്റർ മാത്രമുള്ളൂ ഇവരുടെ വീട്ടിലേക്ക്. അതിന് തൊട്ട് മുൻപാണ് ഈ അപകടം സംഭവിച്ചത്. ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കുടുംബമായിരുന്നു. മലേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ മകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയ കുടുംബമായിരുന്നു. അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം ഈ കഴിഞ്ഞ ഇടയിലാണ് നടന്നത് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അനുവിന്റെയും നിഖിലിന്റെയും പിതാക്കന്മാരായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു. അനുവിന്റെ പിതാവ് മത്തായി ഈപ്പനാണ് മരിച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ പേര് വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. എന്തായാലും വലിയ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. അപകടം നിത്യ സംഭവമായിട്ടുള്ള റോഡിൽ വലിയ ഒരു അപകടത്തിന് കാത്തു നിന്നതുപോലെ, അല്ലെങ്കിൽ അനങ്ങാപ്പാറ നയം തുടർന്ന അധികൃതരുടെ അനാസ്ഥയുടെ ഭാഗമായിട്ട് ഒരു അപകടം കൂടി റോഡിൽ ജീവൻ പൊലിയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വിലപ്പെട്ട മനുഷ്യജീവൻ വീണ്ടും പൊലിഞ്ഞിരിക്കുന്നു. റോഡിൽ മാറുന്ന അപകടങ്ങൾ, തുടർക്കഥയായി മാറുന്ന റോഡ് അപകടങ്ങൾ, റോഡിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നത് ഒരു തുടർ പരമ്പര പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചോരക്കളമായി മാറുന്ന റോഡുകൾ, അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ അശാസ്ത്രീയതകൾ പരിഹരിക്കാൻ അധികൃതർ വൈമുഖ്യം കാണുന്നു. നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആൾ പറയുന്നുണ്ട്, നിരവധി പരാതികൾ നാട്ടുകാർ നൽകിയതാണ്, അധികൃതരെ അറിയിച്ചതാണ്, നിരവധി തവണ ഈ റോഡിലെ അപാകതകൾ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴൊന്നും പരിഹാരങ്ങൾ ഉണ്ടാക്കാതെ, പരിഹാര നടപടികൾ സ്വീകരിക്കാതെ, ഒരു വലിയ അപകടത്തിന് കാത്തു നിൽക്കും പോലെ, ഒരു വരുത്തിവെക്കുന്ന അപകടം ഉണ്ടാക്കും പോലെ അവർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് വേണ്ട സമയത്ത് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്തതിന്റെ ഫലമായിട്ട് വലിയ അപകടങ്ങൾ തുടർ പരമ്പരയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പരാതികൾ നാട്ടുകാർ അറിയിക്കുമ്പോൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമായിരുന്നു. പല ഭാഗങ്ങളിലും കൊടും വളവുകൾ ഉള്ള റോഡാണ്. അപ്പോൾ നാട്ടുകാർ തന്നെ അലൈൻമെന്റിലടക്കം, ഈ റോഡിന്റെ അലൈൻമെന്റിലടക്കം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പരാതികൾ അറിയിക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പരാതികൾ അറിയിക്കുമ്പോൾ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വലിയ അപകടങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാത്തു നിൽക്കാതെ തന്നെ അപകടങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. റോഡിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നത് ഒഴിവാക്കേണ്ടതാണ്. വിലപ്പെട്ട മനുഷ്യജീവനുകളാണ് ഇങ്ങനെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള സമീപനത്തിന്റെ ഫലമായിട്ട് റോഡുകളിൽ പൊലിയുന്നത് എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കുന്ന, ദയനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. പാലക്കാട് കഴിഞ്ഞ ദിവസം അപകടമുണ്ടാകുന്ന തൊട്ടുപിറകെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതും ഈ നാട്ടുകാർ നിരവധി തവണ പരാതികൾ അറിയിച്ച, അപാകതകൾ പരിഹരിക്കണമെന്ന് പരാതികൾ അറിയിച്ച, അതിന് പരിഹാര നടപടികൾ ആവശ്യപ്പെട്ട ഒരു റോഡിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. അപകടങ്ങൾ നിത്യസംഭവമായിട്ടുള്ള റോഡ്, എല്ലാ ദിവസവും അപകടങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അപകടങ്ങൾ ഒഴിഞ്ഞ ദിവസമില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഒരു റോഡ്, നിരവധി തവണ പരാതികൾ അറിയിച്ച് പരിഹാര നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കേണ്ട ഒരു റോഡ്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ തന്നെ, വലിയ ആഘാതമുണ്ടാക്കുന്ന അപകടങ്ങൾ തന്നെ തുടർ പരമ്പര പോലെ സംഭവിച്ചിട്ടുള്ള റോഡ്. ഒരാഴ്ച മുൻപാണ് ശബരിമല തീർത്ഥാടകർ, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 8ഓളം ആളുകൾക്ക് പരിക്കേറ്റത്. അതിന് തൊട്ട് മുൻപ് KSRTC ബസ്സും
രോഗിയുമായി പോയ ആംബുലൻസും കൂട്ടിയിടിച്ച് വലിയ അപകടം ഉണ്ടാകുന്നു. ഡിവൈഡറിൽ കാർ ഇടിച്ച് അപകടം ഉണ്ടാകുന്നു. ഒരു വർഷം മുൻപ് ഈ പള്ളിപ്പടി എന്ന് പറയുന്ന ഇതേ പാതയിലുള്ള പുനലൂർ മൂവാറ്റുപുഴ റോഡിലുള്ള പള്ളിയുടെ കമാനത്തിലേക്ക് KSRTC ബസ് ഇടിച്ചു കയറി വലിയ അപകടമുണ്ടാകുന്നു. അന്ന് ജീവൻ ആളുകൾക്ക് നഷ്ടപ്പെടാതിരുന്നത് തലനാരിഴയ്ക്കാണ്. വലിയൊരു അപകടം, ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാവുന്ന ഒരു അപകടം അന്ന് വഴിമാറിപ്പോയത് തലനാരിഴയ്ക്കായിരുന്നു. അങ്ങനെ നിരവധി അപകടങ്ങൾ തുടർ പരമ്പര പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. എല്ലാ ദിവസവും അപകടം ഒഴിഞ്ഞ ദിവസങ്ങളില്ല എന്ന് പോലും പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള അപകട പരമ്പര ഉണ്ടാകുന്ന റോഡാണ്. അപ്പോൾ വേണ്ട സമയത്ത് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു താൽക്കാലിക നടപടികൾ എന്ന രീതിയിൽ ഡിവൈഡറുകളോ അല്ലെങ്കിൽ വഴിവിളക്കുകളോ അപകട സൂചനാ ബോർഡുകളോ മറ്റോ സ്ഥാപിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ള ബോർഡുകളോ വഴിവിളക്കുകളോ അപകട സൂചനാ ബോർഡുകളോ പോലും ഈ പാതകളിൽ എവിടെയും കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾ പോലും പരിഹരിക്കാൻ ആകാതെ അപകടം വരുത്തിവെച്ച അപകടത്തിന് സാഹചര്യമൊരുക്കിയ ഒരു സ്ഥലം, അധികൃതരുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനത്തിന്റെ ഒരു ഫലം ഒക്കെ ആണ് ഈ അപകടത്തിന് വഴിവെച്ചത് എന്നാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും പറയാൻ നമുക്ക് അത് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എത്രത്തോളം ആഘാതം ഈ അപകടം ഉണ്ടാക്കി എന്നുള്ളത് നേരത്തെ പലവട്ടം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ദൃശ്യം മാത്രം കണ്ടാൽ മതി, കൂടുതൽ വാക്കുകളുടെ ആവശ്യമില്ല. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് പ്രേക്ഷകർക്ക് ഈ ഒരു അപകടം എത്രത്തോളം ആഘാതം സൃഷ്ടിച്ചു എന്നുള്ളത്. വലിയ രീതിയിൽ വാഹനത്തിന്റെ മുൻഭാഗം മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു എന്ന് പറയാവുന്ന ഒരു അവസ്ഥ. ആ ഒരു ദൃശ്യങ്ങൾ പറയും ഇതിന്റെ ആഘാതം എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അപകടമായിരുന്നു ഈ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തിന്റെ പുലർച്ചെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മലേഷ്യയിൽ നിന്നും വന്ന മകളെ കൂട്ടുന്നതിന് വേണ്ടി, മലേഷ്യയിൽ നിന്നും വന്ന കുടുംബത്തിലെ അംഗത്തെ കൂട്ടുന്നതിന് വേണ്ടി പോയ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയ ആ കുടുംബത്തെ എത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരു അപകടമാണ് വിഴുങ്ങിയത് എന്നുള്ള കാര്യം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൂടുതൽ വാക്കുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം. അത്രയും ദാരുണമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. അത്രയും തീവ്രതയുള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ വാക്കുകളിൽ കൂടെ ഈ അപകടത്തിന്റെ തീവ്രത വിവരിക്കേണ്ട ആവശ്യമില്ല. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ അപകടം എത്രത്തോളം തീവ്രത ഉള്ളതായിരുന്നു, ആഘാതം ഉണ്ടാക്കിയതായിരുന്നു എന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ 3 പേരുടെയും മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇവരുടെ വീടിനോട് ചേർന്ന സമീപത്ത് എത്തിയ സമയത്തായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്ന ഇവിടെ നിന്നും 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവരുടെ വീടുള്ളത്. വീട്ടിലേക്ക് എത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ഉള്ള സമയത്താണ് ഈ അപകടം അവരെ വിഴുങ്ങിയത്. സന്തോഷകരമായ അവസ്ഥയിലേക്ക് വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് തൊട്ടടുത്ത് എത്തുന്ന സമയം 5 കിലോമീറ്റർ മാത്രം ദൂരത്ത് എത്തുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഈ പുലർക്കാലത്ത് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ആ വേദനിപ്പിക്കുന്ന വാർത്ത, കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് കേട്ട റോഡിൽ പൊലിഞ്ഞ 5 കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞ ആ വാർത്ത, അതിനോട് തന്നെ ചേർത്ത് വെക്കാവുന്ന അത്രയും വേദനിപ്പിക്കുന്ന തന്നെ വാർത്തകൾ വീണ്ടും സംഭവിക്കുന്നു. അത് തന്നെ ആവർത്തിക്കപ്പെടുന്ന അപകടങ്ങൾ, ആവർത്തിപ്പിക്കുന്ന വേദനകരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.